ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വർണ്ണ കവർച്ചയ്ക്ക് പങ്കില്ലെന്നാണ് 10-ാം പ്രതി ഗോവർദ്ധന്റെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും 400 ഗ്രാമിലധികം സ്വർണ്ണമാണ് ലഭിച്ചതെന്നും ഇത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംഭാവനയായി 10 ലക്ഷം രൂപയും 10 പവൻ സ്വർണവും നൽകിയെന്നും ഗോവർദ്ധൻ പറയുന്നു. തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവനയായി നൽകിയില്ലായിരുന്നുവെന്നും ഹർജിക്കാരൻ പറയുന്നു. ബെല്ലാരിയിൽ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം കസ്റ്റഡിയിലെടുത്തതെന്നും ഈ സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നാണ് 10-ാം പ്രതിയായ ഗോവർദ്ധൻ വാദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും 400 ഗ്രാമിലധികം സ്വർണമാണ് ലഭിച്ചതെന്നും ഇത് ശബരിമലയിലെ സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംഭാവനയായി 10 ലക്ഷം രൂപയും 10 പവൻ സ്വർണവും നൽകിയതായും ഗോവർദ്ധൻ പറയുന്നുണ്ട്. തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവനയായി നൽകില്ലായിരുന്നുവെന്നാണ് 10-ാം പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ പറയുന്നത്. ബെല്ലാരിയിൽ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം കസ്റ്റഡിയിലെടുത്തതെന്നും ഈ സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ല എന്നൊക്കെ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഗോവർദ്ധന്റെ ഹർജി ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കുക. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ 10-ാം പ്രതിയാണ് ഗോവർദ്ധൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നാണ് 10-ാം പ്രതിയായ ഗോവർദ്ധന്റെ വാദം. എന്നാൽ പുറത്തുവന്ന റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ശബരിമലയിലെ സ്വർണമാണെന്ന അറിവോടെയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയതെന്നൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും 470 ഗ്രാം സ്വർണം കണ്ടെത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും 10-ാം പ്രതിയായിട്ടുള്ള ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നാണ് 10-ാം പ്രതി ഗോവർദ്ധന്റെ വാദം.